കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് KGOA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസർ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും KGOA 38ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ MA നാസർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ DAയോ അതേപോലെ തന്നെ ശമ്പള പരിഷ്കരണമോ മറ്റ് ആനുകൂല്യങ്ങളോ എന്തെങ്കിലും തർക്ക വിഷയമായിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ലല്ലോ. കോവിഡിന്റെ സമയത്ത് DA തന്ന ഏക സംസ്ഥാനം ഏതാണ്? കോവിഡിന്റെ സമയത്ത് ശമ്പളം പരിഷ്കരിച്ച ഏക സംസ്ഥാനം ഏതാണ്? ഇടതുപക്ഷ സർക്കാരാണ്. കാരണം എന്താ? ജീവനക്കാരന്റെ സേവന വേതനവുമായി ബന്ധപ്പെട്ട് എന്നും അവരോടൊപ്പം നിന്ന് കൃത്യമായ നയം സ്വീകരിച്ച ഗവൺമെന്റാണ്. ആ വിശ്വാസം ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷെ ഇപ്പൊ കിട്ടിയോ? കിട്ടിയില്ല. വൈകിയോ? വൈകി. എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കേണ്ടതാണ്. എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി റൂൾ 300 വെച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളായാലും ശരി, ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ലേ, ആ കുടിശ്ശിക പ്രഖ്യാപിച്ചില്ലേ, പെൻഷൻ ബാക്കി പ്രഖ്യാപിച്ചില്ലേ, അതുപോലെ തന്നെ DAയും കൃത്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന് പറയുമ്പോൾ ആ സ്വരത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് വിശ്വാസമുള്ളത് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഇടതുപക്ഷം മുമ്പ് ഭരിക്കുമ്പോഴൊന്നും കൃത്യമായി നൽകിയിട്ടുള്ള ചരിത്രം ജീവനക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇടത് സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്രത്തിനെതിരെയാണ് സമരങ്ങൾ വേണ്ടത്. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ഇടത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് കാലതാമസമുണ്ടാക്കാൻ പാടില്ലെന്നും ഡോക്ടർ നാസർ പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് M ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N സുരേഷ്, സെയ്തലവി, രാജേന്ദ്രൻ, ഷെരീഫ്, PB പ്രീതി, നവനീത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.